ഇന്ന് 2024 ജൂൺ 19 ബുധനാഴ്ച. കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇത് PT നാസർ. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പത്രങ്ങൾ മുന്നിലെത്തുമ്പോൾ ഒട്ടേറെയുണ്ട് വാർത്തകൾ. അതുകൊണ്ട് തന്നെ ലീഡ് വാർത്ത പലതാണ്. നീറ്റിൽ 0% പിഴവാണ് ഉണ്ടായതെങ്കിൽ പോലും തിരുത്തുകയും ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുകയും വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചതാണ് പലർക്കും ലീഡ് വാർത്ത. ഏതാണ്ട് എല്ലാവരും തന്നെ അതിൻ്റെ ഗൗരവം അറിഞ്ഞ് വിന്യസിച്ച വാർത്തയാണത്. മനോരമയിലും മാധ്യമത്തിലും ദീപികയിലുമൊക്കെ പ്രധാന വാർത്ത അതാണ്. മയക്കുമരുന്നടിച്ചാൽ പണി പോകുമെന്നതാണ് മാതൃഭൂമിയിലെ ലീഡ്. നീറ്റിലെ ചോദ്യക്കച്ചവടമാണ് കേരള കൗമുദിയുടെ പ്രധാന വാർത്ത. കേൾക്കാം ആ വാർത്തകളൊക്കെ. നീറ്റ് UG മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. പാടില്ല 0.001% പിഴവ് പോലും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതാണ് മനോരമയുടെ തലക്കെട്ട്. കേന്ദ്രത്തിനും NTA നോട്ടീസ് 2 ആഴ്ചക്കകം മറുപടി നൽകണം. ന്യൂഡൽഹി. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UGയുടെ നടത്തിപ്പിൽ 0.001% പിഴവുണ്ടെങ്കിൽ പോലും അതിനെ അങ്ങേയറ്റം ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ടെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഒരാഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും NTA കോടതി നോട്ടീസ് അയച്ചു. നീറ്റുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ജൂലൈ 8 കോടതി ഇതും പരിഗണിക്കും. പുനഃപരീക്ഷ നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും കോടതി അന്ന് പരിഗണിക്കും. ചോദ്യക്കടലാസ് ചോർന്നെന്നും പരീക്ഷയിൽ തിരിമറി നടന്നെന്നും ആരോപിച്ചുള്ള ഹർജിയാണ് ജസ്റ്റിസ് വിക്രംനാഥ്, SV ഭാട്ടി എന്നിവരുടെ അവധിക്കാല ബെഞ്ച് പരിഗണിച്ചത്. എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ NTA അത് സമ്മതിക്കണമെന്നും നീറ്റ് പരീക്ഷയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ അതിലൂടെ സാധിക്കുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ആരുടെയെങ്കിലും ഭാഗത്ത് 0.001% അശ്രദ്ധയുണ്ടായാൽ പോലും അതിനെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു സാധാരണ കേസ് മാത്രമായി ഇതിനെ കാണരുത്, ജസ്റ്റിസ് ഭാട്ടി പറഞ്ഞു. പ്രവേശന പരീക്ഷയിൽ ക്രമക്കേട് കാട്ടി ഡോക്ടർമാരാകുന്നവർ സമൂഹത്തിന് ആപത്താണെന്നും കടുത്ത മത്സരമുള്ള പരീക്ഷ ജയിക്കാൻ വിദ്യാർത്ഥികൾ നടത്തുന്ന കഠിനാധ്വാനത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. 9 വിദ്യാർത്ഥികളെ ഇന്ന് ചോദ്യം ചെയ്യുമെന്നും ഇതോടുകൂടി ചേർത്ത വാർത്തയുണ്ട്. നീറ്റ് ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ബീഹാർ പോലീസ് 9 വിദ്യാർത്ഥികളെ ഇന്ന് ചോദ്യം ചെയ്യും. വിദ്യാർത്ഥികളടക്കം 60 പേരെ ഇതിനകം ചോദ്യം ചെയ്തെന്നും 13 പേരെ അറസ്റ്റ് ചെയ്തെന്നും കേസ് അന്വേഷിക്കുന്ന ബീഹാർ എക്കണോമിക്സ് ഒഫൻസ് യൂണിറ്റ് വ്യക്തമാക്കി. NTA വിവരങ്ങൾ കൈമാറാൻ മടിച്ചതിനാലാണ് 9 വിദ്യാർത്ഥികളുടെ ചോദ്യം ചെയ്തൽ വൈകിയതെന്നാണ് വിശദീകരണം. ബീഹാർ, UP, മഹാരാഷ്ട്ര സ്വദേശികളാണിവർ. ബീഹാറിലെ ലോൺ ആൻഡ് പ്ലേ എന്ന സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ കാണാതെ പഠിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 1 മിനിറ്റിലേറെയുള്ള വീഡിയോയിലെ വിദ്യാർത്ഥികളെയെല്ലാം ഉടൻ ചോദ്യം ചെയ്യും എന്നാണ് മനോരമയുടെ ലീഡ് വാർത്തയോടൊപ്പം ചേർത്തിരിക്കുന്ന അധിക വിവരം. ഈ ബീഹാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത തട്ടിപ്പിൻ്റെ വിശദ വിവരമാണ് കേരള കൗമുദിയുടെ ലീഡ്. 30 ലക്ഷം വെച്ച് വാങ്ങി നീറ്റ് ചോദ്യപേപ്പർ ചോർത്തി എന്നാണ് കേരള കൗമുദിയുടെ ലീഡ് വാർത്തയുടെ തലക്കെട്ട്. 30 ലക്ഷം വെച്ച് വാങ്ങി നീറ്റ് ചോദ്യപേപ്പർ ചോർത്തി. 13 പേർ ബീഹാറിൽ അറസ്റ്റിൽ, 35 പേർക്ക് വിറ്റെന്ന് പോലീസ്. ന്യൂഡൽഹി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്നില്ലെന്ന ടെസ്റ്റിംഗ് ഏജൻസിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും വാദം പൊളിഞ്ഞു. ബീഹാറിൽ 30 ലക്ഷം വീതം വാങ്ങി നീറ്റ് ചോദ്യപേപ്പർ ചോർത്തി വിറ്റത് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കണ്ടെത്തി. ചോദ്യപേപ്പർ മാഫിയയിലെ 4 പേരും 4 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം 13 പേർ അറസ്റ്റിലായി. 35 പേർക്ക് ചോർത്തി നൽകിയെന്നാണ് പ്രാഥമിക വിവരം. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് 1563 വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് റദ്ദാക്കി റീടെസ്റ്റിന് നിർബന്ധിതരായപ്പോഴും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നായിരുന്നു ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ആവർത്തിച്ചത്. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി എന്നാൽ NTA. മെയ് 5 പരീക്ഷ. തലേന്ന് ചോദ്യപേപ്പർ കിട്ടിയെന്നാണ് അറസ്റ്റിലായ വിദ്യാർത്ഥി ആയുഷ് കുമാറിൻ്റെ മൊഴി. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നൽകിയ
6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളും കണ്ടെടുത്തിട്ടുണ്ട്. പരീക്ഷ എഴുതിയ 7 ബീഹാർ സ്വദേശികൾക്കും UP മഹാരാഷ്ട്ര സ്വദേശികൾക്കും പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. EOUS മദൻകുമാറിൻ്റെ EOU എക്കണോമിക് ഒഫൻസ് യൂണിറ്റ് SP മദൻകുമാർ ആനന്ദിൻ്റെ നേതൃത്വത്തിൽ 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ചോദ്യപേപ്പർ മാഫിയയിലെ കണ്ണി സമസ്തിപൂരിലെ ജൂനിയർ എഞ്ചിനീയർ സിക്കന്ദർ പ്രസാദ് അടക്കം 4 പേർ പാറ്റ്ന പോലീസിൻ്റെ പിടിയിലായതോടെയാണ് സംഭവത്തിൽ ചുരുളഴിയുന്നത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് ലഭിച്ച അഡ്മിറ്റ് കാർഡുകൾ വെച്ചാണ് വിദ്യാർത്ഥികളായ ആയുഷ് കുമാർ, അഭിഷേക് കുമാർ, അനുരാഗ് യാദവ്, ശിവാനന്ദകുമാർ എന്നിവരെയും അവരുടെ രക്ഷിതാക്കളെയും പിടികൂടിയത്. വാടകമുറിയിൽ വെച്ച് ചോദ്യപേപ്പർ നൽകി. മെയ് 4 ശനിയാഴ്ച രാത്രി നീറ്റ് ചോദ്യപേപ്പർ ലഭിച്ചെന്ന ആയുഷ് അതേ ചോദ്യപേപ്പറാണ് അടുത്ത ദിവസം പരീക്ഷയ്ക്ക് വിതരണം ചെയ്തത്. തനിക്കും കുറേ വിദ്യാർത്ഥികൾക്കും ഒരു വാടകമുറിയിൽ വെച്ച് ചോദ്യപേപ്പർ തന്നു. അതിൻ്റെ ഉത്തരങ്ങൾ മനഃപ്പാടമാക്കി പരീക്ഷ എഴുതി. പാറ്റ്ന രാമകൃഷ്ണ നഗറിലെ വീട്ടിലെത്തിയ പരിശോധനയിൽ കത്തിച്ച ചോദ്യപേപ്പറുകളുടെ അവശിഷ്ടം, മൊബൈൽ ഫോണുകൾ, അഡ്മിറ്റ് കാർഡുകൾ എന്നിവയും കണ്ടെത്തി. മാഫിയ തലവൻ മുൻപും പ്രതി. ചോദ്യപേപ്പർ ചോർത്തൽ കേസുകളിൽ മുൻപും പ്രതിയായ ബീഹാർ നളന്ദ സ്വദേശി സഞ്ജീവ് സിംഗ് ആണ് സംഘത്തലവൻ. ഇയാളെ പിടികൂടിയിട്ടില്ല. ഇയാളുടെ ഭാര്യ മമതാ ദേവി 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക് ജനശക്തി ടിക്കറ്റിൽ ഹർനട്ട് നഗർ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. ഇയാളുടെ മകൻ ഡോക്ടർ ശിവകുമാർ മധ്യപ്രദേശ് PSC ചോദ്യപേപ്പർ കവർച്ച കേസിൽ മുൻ കേസിൽ അറസ്റ്റിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചു. അപ്പോൾ ഇതൊരു പഴക്കമുള്ള തട്ടിപ്പാണ് എന്നും പറയാം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം, ലതികയ്ക്കെതിരെ കേസെടുക്കുന്നില്ല എന്നൊരു വാർത്ത മലയാള മനോരമയിൽ. ചെറുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്, കേസെടുക്കാത്തതിൽ സമരം ശക്തമാക്കുമെന്ന് UDF. കോഴിക്കോട് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അറിയാമല്ലോ കാഫിർ സ്ക്രീൻഷോട്ട് എന്താണെന്ന്. വടകരയിൽ CPM സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരിച്ചത് എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ടായിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KK ലതികയ്ക്കെതിരെ പ്രചാരണം ചെറുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ KK ശൈലജയ്ക്കെതിരെ വ്യാജ വീഡിയോയും കൃത്രിമ ലെറ്റർ പാഡും ഉപയോഗിച്ച് നടത്തിയ വർഗീയ പ്രചരണങ്ങൾക്കെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് മേധാവികൾക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായാണ് കാഫിർ പ്രയോഗം അടങ്ങിയ പരാമർശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. ലതികയെ വ്യക്തിഹത്യ നടത്തുന്ന UDF പ്രചാരണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അന്വേഷണത്തിലൂടെ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളുടെ ഉറവിടം കണ്ടെത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. CPM ആവശ്യപ്പെട്ടു. സ്ക്രീൻഷോട്ട് നിർമ്മാണത്തിൽ ലതികയ്ക്ക് പങ്കില്ലെന്ന നിലപാടിനാണ് പോലീസിന്. അതുകൊണ്ട് തന്നെ കേസെടുക്കുകയില്ല. ലതികയുടെ ഫോൺ പരിശോധന മഹസർ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെ ലതിക ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് പിൻവലിക്കുകയും അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. സൈബർ ടീമിൻ്റെ സഹായത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം ലതികയ്ക്കെതിരെ പോലീസ് കേസെടുക്കാത്തതിൽ ശക്തമായ സമരം നടത്തുമെന്നാണ് UDFൻ്റെ നിലപാട്. ബാബരി മസ്ജിദ് പാഠഭാഗം കേരളത്തിൽ പഠിപ്പിക്കും എന്നൊരു വാർത്തയും മനോരമയിലുണ്ട്. സപ്ലിമെൻ്ററി പാഠപുസ്തകം വേണമോ അതോ പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണോ എന്ന് തീരുമാനിക്കുമെന്ന് മന്ത്രി. മനോരമ. തിരുവനന്തപുരം NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ അയോധ്യയിലെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഇത് സപ്ലിമെൻ്ററി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണോ, ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്ന പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണോ എന്ന് കരിക്കുലം കമ്മിറ്റി തീരുമാനിക്കുമെന്നും പറഞ്ഞു. 1.5 പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികൾ അടുത്ത മാസം ആരംഭിക്കും. ഇതിനായി ജൂലൈ ആദ്യവാരം ശില്പശാല സംഘടിപ്പിക്കും. രാഷ്ട്രീയ താൽപ്പര്യത്തോടെ ചരിത്രഭാഗങ്ങൾ ഒഴിവാക്കുന്നതും വളച്ചൊടിക്കുന്നതും അംഗീകരിക്കില്ലെന്നും ചരിത്ര വസ്തുതകൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന നിലപാട് തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഹയർ സെക്കൻഡറിയിൽ ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിലാണ് NCERT പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത്.
കഴിഞ്ഞ വർഷം സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ ഗുജറാത്ത് കലാപവും മുഗൾ ചരിത്രവും അടക്കമുള്ള NCERT ഒഴിവാക്കിയപ്പോൾ കേരളത്തിൽ ഇത് ഉൾപ്പെടുത്തി സപ്ലിമെൻ്റ് പാഠപുസ്തകങ്ങൾ ഇറക്കിയിരുന്നു. ഈ ഭാഗങ്ങൾ പരീക്ഷയിലും ഉൾപ്പെടുത്തിയിരുന്നു. ഈ വർഷം NCERT നടത്തുന്ന ഒഴിവാക്കലുകളും ഇത്തരത്തിൽ സപ്ലിമെൻ്ററി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനാണ് ആലോചന. പാഠപുസ്തക തിരുത്തിൽ പേരൊഴിവാക്കിയില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്ന് യോഗേന്ദ്ര യാദവും പൽഷിക്കറും പറഞ്ഞിരിക്കുന്നു. ന്യൂഡൽഹി. പൊളിറ്റിക്കൽ സയൻസ് പുസ്തകങ്ങളിൽ മുഖ്യ ഉപദേശകരായി തങ്ങളുടെ പേരുകൾ പരാമർശിക്കുന്നത് ഒഴിവാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സുഹാസ് പൽഷിക്കർ, യോഗേന്ദ്ര യാദവ് എന്നിവർ NCERT ഡയറക്ടർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. NCERTയുടെ 12ാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിൽ ബാബറി മസ്ജിദ് ഒഴിവാക്കുകയും 3 താഴികക്കുടങ്ങളിൽ ഉള്ള നിർമ്മിതിയെന്ന് പരാമർശിക്കുകയും ചെയ്തത് വിവാദമായതിന് പിന്നാലെയാണ് ഇരുവരും കത്തെഴുതിയത്. പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ സുഹാസ് പൽഷിക്കർ നേരത്തെ പൂനെ സാവിത്രി ഫുലെ സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. പഞ്ചാബ് സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിരുന്നു. യോഗേന്ദ്ര യാദവ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രദ്ധേയനാണ്. 2006-07 അധ്യയന വർഷം പ്രസിദ്ധീകരിച്ച 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങളുടെ മുഖ്യ ഉപദേഷ്ടാക്കളായിരുന്നു ഇരുവരും. പിന്നീട് പലതവണ പുസ്തകത്തിൽ മാറ്റം വരുത്തി. സ്പീക്കറായി ഓം ബിർള തുടർന്നേക്കും. സഖ്യകക്ഷികളെ മെരുക്കാൻ കരുതലോടെ BJP. ന്യൂഡൽഹി. ലോക്സഭാ സ്പീക്കർ പദവിക്കായി TDP അവകാശവാദം ഉന്നയിച്ചിരിക്കെ NDAയിൽ അത് ആശയക്കുഴപ്പമായി പടരാതിരിക്കാൻ BJP കരുതലോടെ നീങ്ങുന്നു. നിലവിലെ സ്പീക്കർ ഓം ബിർള തന്നെ തുടരുമെന്നാണ് BJP വൃത്തങ്ങളിലെ സൂചന. എന്നാൽ ഘടകകക്ഷികളുമായി ആലോചിച്ച ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ. മറ്റു പാർട്ടികളിൽ നിന്ന് നിർദ്ദേശം ക്ഷണിക്കുന്നുണ്ട്. മുതിർന്ന നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ രാധാമോഹൻ സിംഗ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJPയിലേക്ക് മാറിയ BJD അംഗം ഭർത്തൃഹരി മെഹ്താബ്, BJP ആന്ധ്രാപ്രദേശ് അധ്യക്ഷ D പുരന്ദരേശ്വരി എന്നിവരെയും പരിഗണിക്കുന്നു. NDA പ്രതിനിധികൾ പങ്കെടുത്ത യോഗം ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ വസതിയിൽ നടന്നെങ്കിലും സ്പീക്കർ പദവി സംബന്ധിച്ച വിശദമായ ചർച്ച ഉണ്ടായില്ലെന്നാണ് വിവരം. സ്പീക്കർ പദവിക്കായി TDP മുന്നോട്ട് വന്നാൽ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. ചർച്ച ഈ വഴിക്ക് തിരിയാതിരിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. പരിഹാരമായി ഡെപ്യൂട്ടി സ്പീക്കർ പദവി TDPക്ക് വിട്ടു നൽകിയേക്കും. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ കോൺഗ്രസും അവകാശവാദം ഉന്നയിക്കുന്നു. BJP അതിന് തയ്യാറായില്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രതിഷേധം രേഖപ്പെടുത്താനാണ് കോൺഗ്രസ് തീരുമാനം. കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ നിയമിക്കാൻ BJP തയ്യാറായിരുന്നില്ല. 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. പ്രോടൈം സ്പീക്കർ കൊടിക്കുന്നിലിന് സാധ്യത. കേരളത്തിലെ മുതിർന്ന ലോക്സഭാംഗം കൊടിക്കുന്നിൽ സുരേഷ് 18ാം ലോക്സഭയിലെ പ്രോടൈം സ്പീക്കർ ആയേക്കുമെന്ന് സൂചന. കൊടിക്കുന്നിലിനൊപ്പം സീനിയോറിറ്റിയുള്ള ഏക അംഗം ഡോക്ടർ വീരേന്ദ്രകുമാർ കേന്ദ്രമന്ത്രിയാണ്. 2014-ൽ ആദ്യ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസിലെ കമൽനാഥ് ആയിരുന്നു പ്രോടൈം സ്പീക്കർ. പുതിയ സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിർവഹിക്കുക, സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നിവയാണ് ചുമതല. പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതോടെ ആ സ്ഥാനം ഇല്ലാതാകും. VVPAT എണ്ണണമെന്ന് സ്ഥാനാർത്ഥികൾ. ഒരു യന്ത്രം പരിശോധിക്കാൻ 40,000 രൂപയും 18% നികുതിയുമാണ്. ന്യൂഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിവിധ പാർട്ടികളിലെ 10-ലേറെ സ്ഥാനാർത്ഥികൾ വോട്ടിംഗ് യന്ത്രവും VVPATും തമ്മിൽ ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹർജി നൽകി. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗറിലെ BJP സ്ഥാനാർത്ഥി സുജയ് രാധാകൃഷ്ണ വിഖെ പാട്ടീൽ, ഒഡീഷയിലെ BJP സ്ഥാനാർത്ഥി ദിബാലി ദാസ് തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. 1265 വോട്ടുകൾക്കാണ് ദിബാലി ദാസ് തോറ്റത്. മിക്ക സ്ഥാനാർത്ഥികളും 1-2 വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധനയാണ് ആവശ്യപ്പെട്ടത്. ഒരു യന്ത്രത്തിൻ്റെ പരിശോധനയ്ക്ക് 40,000 രൂപയും 18% GSTയും കെട്ടിവെക്കണം. ക്രമക്കേട് തെളിഞ്ഞാൽ പണം തിരികെ നൽകും. കന്നിയംഗത്തിന് പ്രിയങ്ക വയനാട്ടിൽ. ഇന്നത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്ന വാർത്തയാണെങ്കിലും മാതൃഭൂമി അത് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ന്യൂഡൽഹി. രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തും. സഹോദരി പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്കുള്ള കന്നിയംഗത്തിൽ വയനാട്ടിൽ മത്സരിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ് ഡൽഹിയിൽ ഇക്കാര്യം അറിയിച്ചത്. കൂടിയാലോചനകൾക്ക് ശേഷമായിരുന്നു രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമെന്ന പ്രഖ്യാപനം. ദേശീയ രാഷ്ട്രീയത്തിലും പ്രതിപക്ഷ മുന്നണിയിലും നിർണായക സ്വാധീനമുണ്ടായിരുന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരും പങ്കെടുത്തു. രാഹുൽ വയനാട് മണ്ഡലം ഒഴിഞ്ഞതായി ലോക്സഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ഒടുവിൽ JDS ഉപേക്ഷിക്കാൻ കേരള ഘടകം. പുതിയ പാർട്ടി വൈകില്ല. തിരുവനന്തപുരം. പുതിയ പാർട്ടി രൂപീകരിച്ച് ജനതാദൾ എസ് കേരള ഘടകം അതിലേക്കും. JDS എന്ന പേര് ഉപയോഗിക്കില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് പറഞ്ഞു. പുതിയ പാർട്ടിക്ക് നൽകുന്ന പേര് എന്നത് നിശ്ചയിച്ചിട്ടില്ല. പുതിയ പാർട്ടിയോ ലയനമോ ഏതാണ് വേണ്ടതെന്ന ചോദ്യത്തിൽ സംസ്ഥാന നേതൃയോഗത്തിൽ ഭിന്നസ്വരമുയർന്നു.
പുതിയ പാർട്ടി രൂപീകരിച്ച് JDS കേരള ഘടകം അതിൽ ലയിക്കുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് അറിയിച്ചത്. എന്നാൽ BJPയുമായി ഐക്യപ്പെടാത്ത പാർട്ടിയിൽ ലയിക്കണമെന്ന നിർദ്ദേശമാണ് ജോസ് തെറ്റേലിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടിയിൽ ഉയർത്തിയത്. സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ എന്നീ പാർട്ടിയിൽ ഏതെങ്കിലും ലയിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് അവർ നിർദ്ദേശിച്ചു. ഇതിൽ എസ് പിയുമായി ലയിക്കണമെന്നതിനെ അനുകൂലിക്കുന്നവരാണ് ഏറെയും. മരുന്നടിച്ചാൽ പൊട, ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ പണി പോകും. സ്വകാര്യ മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ പദ്ധതി. KP പ്രവിത മാതൃഭൂമിയിൽ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മാതൃഭൂമിയുടെ ലീഡ് വാർത്തയാണിത്. ജോലി വേണോ എങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കില്ലെന്ന് കരാറിൽ ഒപ്പിടണം. ഇടയ്ക്ക് മിന്നൽ പരിശോധനയും ഉണ്ടാകും. ലഹരിയിൽ കുടുങ്ങിയാൽ പണി പോകും. സ്വകാര്യ മേഖല കേന്ദ്രീകരിച്ച് കൊച്ചി സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന ലഹരി വിരുദ്ധ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതെല്ലാം. കൊച്ചിയിൽ തുടങ്ങുന്ന പദ്ധതി വിജയകരമായാൽ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കും. IT കമ്പനികളിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പോഠ എന്ന പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന കരട് നയമനുസരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഓരോ ജീവനക്കാരനും മയക്കുമരുന്ന് ഉപയോഗിക്കില്ലെന്ന് കരാർ ഒപ്പിടണം. സ്ഥാപനമുടമ ആവശ്യപ്പെടുന്ന സമയത്ത് പരിശോധനയ്ക്കും ഹാജരാകണം. മയക്കുമരുന്ന് ഉപയോഗം തെളിഞ്ഞാൽ പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് അധികാരമുണ്ടായിരിക്കും. രക്തം, മൂത്രം, മുടി എന്നിവയാണ് പരിശോധിക്കുക. പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ IT കമ്പനികളുടെ കൂട്ടായ്മയായ GTECുമായി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. തുടർ നടപടികൾക്കായി നയത്തിൻ്റെ കരട് കമ്പനികൾക്ക് അയച്ചിട്ടുണ്ട്. നിയമ പിന്തുണ വേണം. ലഹരിക്കെതിരെയുള്ള എന്ത് നടപടിയും സ്വാഗതം ചെയ്യും. പോലീസ് നിയമത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ പോലീസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് GTECിൻ്റെ സെക്രട്ടറി V. ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നു. കൊച്ചിയിൽ മാത്രം കഴിഞ്ഞ വർഷം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് 7000-ഓളം കേസ് റിപ്പോർട്ട് ചെയ്തു. ബംഗളൂരുവിൽ ഗ്രാമിന് 1000 രൂപയുള്ള ലഹരി കൊച്ചിയിലെത്തുമ്പോൾ 6000 മുതൽ 7000 രൂപ വരെയാകും. 25-30 35 ഇടയിൽ പ്രായമുള്ള നല്ല ജോലിയുള്ള സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവരാണ് വലിയ വില കൊടുത്ത് മയക്കുമരുന്ന് വാങ്ങുന്നത്. രാജ്യത്ത് തൊഴിലെടുക്കുന്നവരിൽ 97% സ്വകാര്യ മേഖലയിലാണ്. മികച്ച പ്രതികരണമാണ് പദ്ധതിക്കുള്ളത് എന്ന് ശ്യാംസുന്ദർ പറയുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ IT സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിവിധ വാണിജ്യ വ്യവസായ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. എല്ലാവരും സഹകരണം വാഗ്ദാനം ചെയ്ത് IT കമ്പനികൾക്കിടയിൽ സമവായമുണ്ടാക്കുന്നതിന് പിന്തുണയുടെ ഇൻഫോ പാർക്ക് CEOക്കും കത്തയച്ചിട്ടുണ്ട്. സംഗതിയൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഈ വാർത്ത കഴിയുമ്പോൾ ബാക്കി വരുന്ന ഒരു സംശയം, ഇതൊക്കെ ചെയ്യുമ്പോഴും സർക്കാർ IT മേഖലകളിൽ ബാർ ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്തിന് എന്നാണ്. IT പാർക്കുകളിൽ തന്നെ ബാർ ലൈസൻസ് കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയും IT പാർക്കുകളിൽ ബാർ തുടങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ ലഹരി വിരുദ്ധ നടപടിയുമായി പോലീസ് വരുമ്പോൾ മനസ്സിലാവാത്തത് മദ്യം ലഹരിയല്ല എന്ന് പോലീസ് കരുതുന്നുണ്ടോ അതോ സർക്കാർ കരുതുന്നുണ്ടോ എന്നാണ്. മൂന്നാർ കയ്യേറ്റം ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം CBIക്ക്. കൊച്ചി മൂന്നാർ അടക്കമുള്ള മേഖലയിൽ കയ്യേറ്റത്തിന് കൂട്ടുനിന്നുവെന്ന് രാജൻ മധേക്കറുടെ റിപ്പോർട്ടിൽ പറയുന്ന 19 ഉദ്യോഗസ്ഥർക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. ഇവർക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് സർക്കാർ വിശദീകരിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് S. മനു എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലപാട് അറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറലും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലും നിർദ്ദേശം നൽകി. CBIക്ക് കൈമാറാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാനാണ് നിർദ്ദേശം. ഇടുക്കിയിലെ ഭൂപ്രകൃതിയെക്കുറിച്ച് ധാരണയുള്ള IAS ഉദ്യോഗസ്ഥനെ ഇടുക്കി കലക്ടറായി നിയമിക്കാമോ എന്നും കോടതി ആരാഞ്ഞിട്ടുണ്ട്. തേങ്ങയെടുക്കാൻ പറമ്പിലെത്തിയ 85-കാരൻ ബോംബ് പൊട്ടി മരിച്ചു. ഞെട്ടണ്ട, കണ്ണൂരിൽ നിന്നാണ് തലശ്ശേരിക്കടുത്തുനിന്ന്. തലശ്ശേരി ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ 85-കാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം കടക്കുളം ഐനിയാട്ട് മീത്തൽ പറമ്പിൽ ഐനിയാട്ട് വേലായുധനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:50 സംഭവം. തേങ്ങ എടുക്കുന്നതിൽ കിട്ടിയ സ്റ്റീൽ പാത്രം വീട്ടിൻ്റെ തറയോടടിച്ചപ്പോഴാണ് സ്ഫോടനം. വലതുകൈ അറ്റ് തൂങ്ങിയ നിലയിലായിരുന്നു. ആശുപത്രിയിലെത്തിയെങ്കിലും മരിച്ചു. പരേതനായ കോൺഗ്രസ് നേതാവ് കണ്ണോളി മോഹൻദാസിൻ്റെ VM മോഹൻദാസ് വീട്ടുപറമ്പിലാണ് സംഭവം. പരേതനായ ഇന്ദ്രാണിയാണ് വേലായുധൻ്റെ ഭാര്യ. മക്കൾ ജ്യോതിഷ്, ഹരീഷ്, മല്ലിക. മരുമക്കൾ രാജീവൻ, ഷിൽന. സഹോദരങ്ങൾ
ചന്ദ്രൻ സുബ്രഹ്മണ്യൻ, രാജൻ കാർത്തികേയൻ. മായില്ല ആ ചരിത്രം. പി തങ്കപ്പൻ നായർ മരിച്ചതിനെക്കുറിച്ചാണ്. കൊൽക്കത്തയുടെ ചരിത്രകാരനായിരുന്ന പി തങ്കപ്പൻ നായർ അന്തരിച്ചു. പറവൂരിലാണ് മരണം. മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട് ഈ വാർത്ത. കൊൽക്കത്തയുടെ ആധികാരിക ചരിത്രകാരനായി അറിയപ്പെടുന്ന ചരിത്ര പണ്ഡിതൻ ചേന്ദമംഗലം മടത്തിപ്പറമ്പിൽ പി തങ്കപ്പൻ നായർ, PT നായർ, 91 വയസ്സാണ്, അന്തരിച്ചു. വാർത്തയ്ക്ക് സഹജമായ അസുഖം മൂലം ചൊവ്വാഴ്ച രാവിലെ വീട്ടിലായിരുന്നു അന്ത്യം. ബംഗാളി ഭാഷ വായിക്കാനറിയാത്ത തങ്കപ്പൻ നായർ ഭവാനിപുരയിലെ ഒരു കുടുസുമുറിയിൽ ഒറ്റയ്ക്ക് താമസിച്ച് ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളും രേഖകളും പരതിയാണ് കൽക്കത്ത നഗരത്തിൻ്റെ ചരിത്രവും പരിണാമവും സംസ്കാരവും അടയാളപ്പെടുത്തിയത്. 63 ബൃഹത് ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലെഴുതി. അതിൽ പകുതിയിലേറെ കൊൽക്കത്തയെക്കുറിച്ചാണ്. 1977 ആദ്യമായി പുറത്തിറക്കിയ ജോബ് ചാർണോക്ക്, ഫൗണ്ടർ ഓഫ് കൽക്കട്ട എന്ന പുസ്തകത്തിന് കിട്ടിയ പ്രചാരമാണ് 1990 കൊൽക്കത്തയുടെ 3-ാം വാർഷികം ആഘോഷിക്കുന്നതിന് കാരണമായത്. ഭാര്യ സീതാദേവി അളന്തിക്കര ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ്. മക്കൾ മായ എസ് നായർ, മനോജ് നായർ, പരാതനായ മനീഷ് നായർ. മരുമക്കൾ NR രവികുമാർ, സീമ വി നായർ വെസ്റ്റ് കടുങ്ങല്ലൂർ സംസ്കാരം നടത്തി. കോഴിക്കോടിൻ്റെ സാഹിത്യ നഗര പ്രഖ്യാപനം 22-ന്. കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒക്ടോബർ 31-നാണ് കോഴിക്കോട് സാഹിത്യ നഗര പദവി നേടിയത്. സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക പരിപാടികളുടെയും മുഖമായി മാറിയ കോഴിക്കോടിന് കിട്ടിയ അംഗീകാരമാണ് യുനെസ്കോ സാഹിത്യ നഗരം പദവി. ഇന്ത്യയിലെ തന്നെ ആദ്യ സാഹിത്യ നഗരമാണ് കോഴിക്കോട്. 22-ന് ശ്രീനാരായണ സെൻറ്റിനറി ഹാളിൽ നടക്കുന്ന ചടങ്ങിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക. 2021 ഡിസംബർ മുതൽ സാഹിത്യ നഗരത്തിനായുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ തുടങ്ങിയിരുന്നു. പ്രാഗ്, എഡിൻബറ തുടങ്ങിയ സാഹിത്യ ശൃംഖലയിൽ ഉൾപ്പെട്ട നഗരങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി പലവട്ടം ചർച്ച നടത്തി. കോഴിക്കോട് എന്തുകൊണ്ട് സാഹിത്യ നഗര പദവിക്ക് അർഹമാണെന്ന പഠനങ്ങൾ നിർത്തി ക്രോഡീകരിച്ചായിരുന്നു മുന്നൊരുക്കങ്ങൾ. കോഴിക്കോട് എന്തുകൊണ്ട് സാഹിത്യ നഗര പദവിക്ക് അർഹമാണെന്ന രീതിയിലുള്ള പഠനങ്ങൾ നടത്തി ക്രോഡീകരിച്ചായിരുന്നു മുന്നൊരുക്കങ്ങൾ. വ്യത്യസ്തങ്ങളായ സാഹിത്യ സാംസ്കാരിക പരിപാടികൾ, കോലായ ചർച്ചകൾ, പലതരത്തിലുള്ള ലൈബ്രറികൾ, വായനക്കും സാംസ്കാരിക പരിപാടിക്കുമുള്ള ഇടങ്ങൾ, നാടകരംഗത്തെയും മറ്റും സജീവമായ പങ്കാളിത്തം, എഴുത്തുകാർ, സാഹിത്യ വളർച്ചയ്ക്ക് പ്രസാധകരും മാധ്യമങ്ങളും നടത്തുന്ന ഇടപെടൽ എന്നിവയെല്ലാം കോഴിക്കോടിന് നേട്ടമായിട്ടുണ്ട്. ആത്മവിശ്വാസത്തിൽ UDF, പൊരുതാൻ LDFും NDAയും. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വീണ്ടും വയനാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾക്കകം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് വയനാട്. ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ മണ്ഡലത്തിലെ വോട്ട് നിലയിലുള്ള മേൽക്കൈയൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം റെക്കോർഡ് ഭൂരിപക്ഷം സമ്മാനിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. മറുവശത്ത് രാഷ്ട്രീയ പോരാട്ടം ഉറപ്പാക്കാനുള്ള ശ്രമത്തിൽ LDFും NDAയും. 2019 തെരഞ്ഞെടുപ്പിൽ 4,31,770 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും 2024 3,64,322 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനുമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത്. അങ്ങനെ വായിച്ചെങ്കിലും മാതൃഭൂമിയിൽ അച്ചടിച്ചിരിക്കുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ 4,31,770 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിനും എന്നാണ്. വോട്ടിൻ്റെ എന്ന് വേണ്ടിയെടുത്ത ലക്ഷത്തിൻ്റെ എന്നായിപ്പോയിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ വായിച്ചാൽ വരികൾക്കിടയിൽ എന്ന് മാത്രമല്ല അക്ഷരങ്ങൾക്കിടയിൽ കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റുപറ്റാൻ ഏറെ സാധ്യതയുണ്ട് ഇപ്പോൾ പത്രങ്ങളിൽ. പോട്ടെ, ഭൂരിഭാഗം ബൂത്തുകളിലും മേൽക്കൈ നേടിയായിരുന്നു വിജയം. ഈ വോട്ട് നില തന്നെയാണ് UDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ മുഖ്യ ഘടകം. ചൊവ്വാഴ്ച DCC ജനറൽ ബോഡി യോഗം ചേർന്ന് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. KPCC നേതൃയോഗത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുമെന്നും ഇത് സംഘടനയ്ക്കാകെ ഉണർവേകുമെന്നും UDF നേതൃത്വം അറിയിച്ചു. LDF NDA ക്യാമ്പുകളും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങി. പ്രിയങ്ക ഗാന്ധിക്ക് നേരെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുമെന്ന് CPI വ്യക്തമാക്കി. എന്നാൽ വീണ്ടും മത്സരിക്കുന്നതിൽ ആനി രാജയ്ക്ക് വിമുഖതയുണ്ടെന്നാണ് അറിയുന്നത്. മണ്ഡലത്തിലുടനീളമെത്തി രാഷ്ട്രീയ പ്രചരണം നടത്തിയെങ്കിലും 2019 അപേക്ഷിച്ച് വോട്ട് നിലയിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ആനി രാജയ്ക്ക് സാധിച്ചിരുന്നില്ല. അതിനാൽ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസിനെതിരെ മത്സരിച്ച് 3,77,035 വോട്ടുകൾ നേടിയ സത്യൻ മൊകേരി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. സ്ഥാനാർത്ഥി എത്തും മുമ്പ് തന്നെ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാക്കാനാണ്
LDF ലക്ഷ്യമിടുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ NDAക്ക് സാധിച്ചിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വോട്ട് ശതമാനം 5.75% വർദ്ധിപ്പിച്ചു. ഇപ്പോഴുമുണ്ട്. വോട്ട് ശതമാനം 5.75% വർദ്ധിപ്പിച്ചു എന്ന്. 1,41,045 വോട്ടുകളാണ് സുരേന്ദ്രൻ ലഭിച്ചത്. ഇത് നിലനിർത്തുന്ന തരത്തിൽ സംഘടിതമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താനാണ് BJP ലക്ഷ്യമിടുന്നത്. BJPയുടെ നേതൃത്വം ചൊവ്വാഴ്ച തന്നെ യോഗം ചേർന്നു. ഉള്ള വോട്ട് കുറയാതിരിക്കാൻ അവർ മത്സരിക്കുന്നു എന്ന് പറയാം. മുഖ്യമന്ത്രിക്കെതിരെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം. ഭരണവിരുദ്ധ വികാരം എതിരായി എന്ന്. ഏതാണ്ട് എല്ലാ പത്രങ്ങളിലുമുള്ള വാർത്തയാണിത്. മാധ്യമത്തിൽ നിന്ന് വായിക്കാം. പരാജയം വിലയിരുത്താൻ ചേർന്ന CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കടുത്ത വിമർശനമുയർത്തി പ്രതിനിധികൾ. ഭരണവിരുദ്ധ വികാരം ജനവിധി എതിരാകുന്നതിനിടയാക്കി. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു. 2 ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗശേഷം ചൊവ്വാഴ്ച ആരംഭിച്ച സംസ്ഥാന കമ്മിറ്റിയിലാണ് സ്വയം വിമർശന സ്വഭാവത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടായത്. ജനക്ഷേമ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയത് തോൽവിയുടെ കൂട്ടി. ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങിയത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ചില നേതാക്കന്മാർക്ക് നാർക്കിപ്പിഴ സംഭവിച്ചതും വലിയ ചർച്ചയായി. നേതാക്കന്മാരുടെ പേര് പറയാതെയാണ് പരാമർശം. അങ്ങനെ പോകുന്നു CPMലെ പിണറായി വിമർശനം, അല്ലെങ്കിൽ CPMലെ പിണറായി വിമർശനത്തെക്കുറിച്ചുള്ള വാർത്തകൾ. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടന്നാൽ, ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ നെതന്യാഹു പിരിച്ചുവിട്ടു. ടെലവീവ്. ഗസ യുദ്ധത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്ന ഇസ്രായേലിലെ യുദ്ധകാര്യ മന്ത്രിസഭ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടു. ഇസ്രായേൽ സർക്കാർ വക്താവ് ഡേവിഡ് ബെൻസറാണ് തിങ്കളാഴ്ച ഇക്കാര്യം അറിയിച്ചത്. നെതന്യാഹു യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വിയോജിച്ച് 6 അംഗ യുദ്ധകാര്യ മന്ത്രിസഭയിൽ നിന്ന് മുൻ പ്രതിരോധ മന്ത്രിയും സൈനിക ജനറലുമായ ബെന്നി ഗാൻഡസ് രാജിവെച്ചതിന് പിന്നാലെയാണ് തീരുമാനം. യുദ്ധം 9ാം മാസത്തിലേക്ക് കടന്ന വേളയിലാണ് ഇസ്രായേൽ സർക്കാരിലെ ഭിന്നത വെളിവാക്കുന്ന ഈ പിരിച്ചുവിടൽ. ഭിന്നത അതിനു മുമ്പേ വെളിവായിട്ടുണ്ട്. പലപ്പോഴും മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഒരുമിച്ചിരുന്ന് വാർത്താസമ്മേളനം നടത്താൻ പോലും പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും കഴിഞ്ഞിരുന്നില്ല. അതുപോട്ടെ, ഇനിയുള്ള യുദ്ധകാര്യങ്ങൾ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെൽമർ എന്നിവരുൾപ്പെട്ട സുരക്ഷാ മന്ത്രിസഭയുമായിട്ടായിരിക്കും നെതന്യാഹു ചർച്ച ചെയ്യുക. ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ നെതന്യാഹു അംഗീകരിക്കാത്തതിന് തുടർന്നായിരുന്നു ഗാൻറ്റ്സിൻ്റെ രാജി. പിന്നാലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ നാഷണൽ യൂണിറ്റിയിൽ അംഗവും മുൻ സേനാമന്ത്രിയുമായ ഗാദി ഐസൻകോട്ടും രാജിവെച്ചു. 6 അംഗ മന്ത്രിസഭയിൽ 5 പേരും നാഷണൽ യൂണിറ്റി പാർട്ടി അംഗങ്ങളാണ്. ഗാൻസിൻ്റെ രാജിക്ക് പിന്നാലെ നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ അടിയന്തര മന്ത്രിസഭ രൂപവത്കരിക്കാൻ നീക്കം നടത്തിയിരുന്നു. യുദ്ധലക്ഷ്യം നേടും വരെ ഗസയിൽ വെടിനിർത്തേണ്ടെന്ന കടുംപിടുത്തമുള്ള ധനമന്ത്രി ബസലൽ സ്ട്രോംറ്റിച്ച്, ദേശസുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗ്യുർ എന്നിവർ യുദ്ധമന്ത്രിസഭയിൽ ചേരണമെന്ന ആവശ്യം ശക്തമാക്കി. വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോയാൽ നെതന്യാഹു സർക്കാരിനെതിരെയുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തി. എന്നാൽ യുദ്ധം നിർത്താൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ തീവ്ര വലതംഗങ്ങളുടെ ആവശ്യം നെതന്യാഹു നിരാകരിച്ചെന്നാണ് വിലയിരുത്തൽ. ഇവരെ ചേർത്ത് മന്ത്രിസഭയുണ്ടാക്കുന്ന കാര്യത്തിൽ USA ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഇതിനിടെ 2 പ്രധാന അഭയാർത്ഥി ക്യാമ്പുകളിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 17 പേർ മരിച്ചു. മധ്യ ഗാസയിലെ അൽ നുസൈറത്ത്, അൽ ബുറൈജ് ക്യാമ്പുകളിലെ വീടുകളിലേക്ക് മേലാണ് ഇസ്രായേൽ പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഗസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37,372. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് 105-ാം വയസ്സിൽ ബിരുദാനന്തര ബിരുദം. സ്റ്റഫാൻസ്. ഗൗണും തൊപ്പിയും ധരിച്ച് അഭിമാനം നിറഞ്ഞ ചിരിയോടെ വെർജീനിയ US സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദ വേദിയിലെത്തുമ്പോൾ കൊച്ചുമക്കൾ ഉൾപ്പെടെയുള്ള കാണികളുടെ ഹർഷാരവങ്ങൾ ഒപ്പമുണ്ടായിരുന്നു. 105-ാം വയസ്സിൽ വെർജീനിയ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കുന്നതിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അവർ. 1936 സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം തുടങ്ങിയ ബിരുദാനന്തര ബിരുദ പഠനമാണ് ഇപ്പോൾ പൂർത്തിയായത്.
രണ്ടാം ലോക യുദ്ധമാണ് വെർജീനിയയുടെ പഠനം മുടക്കിയത്. അവരുടെ സുഹൃത്ത് ജോർജ് ഹിസ്ലോപ്പിന് സേനയിൽ ചേരേണ്ടി വന്നു. ജോർജിനെ വിവാഹം ചെയ്ത് വെർജീനിയ കൂടെ പോയി. അതിനാൽ ബിരുദാനന്തര ബിരുദത്തിൻ്റെ തിസിസ് സമർപ്പിക്കാനായില്ല. വിദ്യാഭ്യാസമായിരുന്നു വിഷയം. 83 വർഷങ്ങൾക്ക് ശേഷം സർവകലാശാലയിൽ മടങ്ങിയെത്തിയ വെർജീനിയയുടെ കയ്യിൽ അന്ന് സമർപ്പിക്കാനാകാത്ത പോയ തിസിസ് ഉണ്ടായിരുന്നു. എന്നാൽ സർവകലാശാല തിസിസ് നോക്കിയില്ല. ഞങ്ങൾ ഈ വനിതയുടെ 83 വർഷത്തെ പരിശ്രമത്തെ ആദരിക്കുകയാണെന്ന് പറഞ്ഞ് ബിരുദം സമ്മാനിച്ചു. അങ്ങനെ 105-ാം വയസ്സിൽ വെർജീനിയ ബിരുദാനന്തര ബിരുദധാരിയായി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ വാർത്തകളുമായി നാളെ കേൾക്കാം. നന്ദി.